ആരായാള്? ആർക്കറിയാം, ആരോ ആവട്ടെ. ചേട്ടിക്കുട്ടി ഒരു കാര്യം ചെയ്യും, ഈ കൊച്ചിനെയും കൊണ്ട് അവിടെ വരെ ഒന്നിച്ചിട്ട്. പണക്കാർക്കില്ലാത്ത ഗുണങ്ങളെല്ലാം ഉള്ള നല്ലൊരു മനുഷ്യനാണ്. പ്രകൃതി നോട്ടുകൾ നീട്ടി നിന്റെ രാത്രികൾ വാടകയ്ക്ക് ചോദിച്ച സമയങ്ങളിൽ നീ വരാൻ മടിച്ചു. ഇന്ന് നീ വിളിക്കാതെ വന്നിരിക്കും. നീ വന്നില്ലെങ്കിലും പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വന്ന് കാണുമായിരുന്നു. പോകാൻ തന്നെ തീരുമാനിച്ചു. പോകാതിരിക്കാൻ പറ്റും? എന്റെ ജീവിതയാത്രയുടെ ഒരു വഴിത്താരം മാത്രമാണ് എനിക്കിവിടെ. സീത, നിനക്കെന്നോട് പ്രേമം തുടങ്ങി? സീത, അതേ ശബ്ദം. ഏത് ശബ്ദം? എന്റെ കുമാറും അച്ഛനും എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടതായി തോന്നി. ഞാൻ ലക്ഷ്യമില്ലാതെ അലഞ്ഞു. മരിക്കാൻ മനസ്സില്ലാത്തതിനാൽ മാംസം വിറ്റ് ജീവിച്ചു. പക്ഷെ ഇപ്പോൾ നിനക്കെന്തു പറ്റി? ഞാൻ നിങ്ങളിലൂടെ എന്റെ കുമാരനെ കാണുന്നു. പ്രകൃതി പ്രഭാമയി എന്ന കവിത കേൾക്കുമ്പോൾ ഞാൻ എന്റെ കുമാരനെ ഓർത്തുപോകുന്നു. ആ ചലനങ്ങളും ഭാവങ്ങളും ശബ്ദവും എല്ലാം അതേപോലെ. തോന്നലുകൾ എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. ആ പാട്ട് നിങ്ങളുമായി എന്താണ് ബന്ധം? ആരോ ഏതോ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഞാനത് ടൈപ്പ് ചെയ്യും. ക്ഷമിക്കൂ സർ, അർത്ഥശൂന്യമായി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഒരു മേനവൻ എനിക്ക് എഴുതിയിരുന്നു ഇവിടെ വന്ന് നിങ്ങളെ കാണാൻ. എന്തിന്? ഞാൻ മരിച്ചുപോയ ശ്രീകുമാരന്റെ അച്ഛൻ പത്മനാഭൻ തമ്പിയാണ്. ശ്രീകുമാരന് ഇവിടെ ഏതോ ഒരു സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ എനിക്കൊന്ന് കാണണം. ഓ, മരിച്ചുപോയ എഴുത്തുകാരൻ ശ്രീകുമാർ സാറിന്റെ കുട്ടി? അതെ. ആ കുഞ്ഞിനെ വീണ്ടെടുത്തിട്ട് വേണം എന്റെ മകന്റെ മരണത്തെ പറ്റി അന്വേഷിക്കാൻ. ആ കുട്ടിയെ കൊണ്ട് ആ സ്ത്രീ ആ ബംഗ്ലാവിലോട്ട് പോയിട്ടുണ്ട്. സീത, ഗോപൻ ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. അവൻ ഇവിടെ വരുന്ന പതിവ്. സാറ് പറഞ്ഞതനുസരിച്ച് അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഒരുങ്ങുകയായിരുന്നു. അതിനിടയ്ക്ക് അവനങ്ങ് ഓടി. നിങ്ങൾ അവനെ എനിക്ക് തരുമോ? സാർ, കൊല്ലാനല്ല, വളർത്താൻ. വെറുതെ വേണ്ട, വില തരാൻ ചോദിച്ചോളൂ. എത്ര വേണമെങ്കിലും. ബന്ധങ്ങൾക്ക് വില പറഞ്ഞ് പരിചയമില്ല കേട്ടോ. നീ ആരാണ്? ഞാനോ? ആശ്രയമുള്ളിടത്ത് തന്തി ഉറങ്ങുന്ന ഒരു ഏകാന്ത പഥികൻ. ഈ മറയില്ലാത്ത ഒളിച്ചുകളി എന്നോട് വേണ്ട. മനസ്സിലായില്ല? മനസ്സിലുള്ളത് തുറന്നു പറയാൻ നീ എന്തുകൊണ്ടോ മടിക്കുന്നു. നീ ശ്രീകുമാരല്ലേ? ഏതോ ഒരു ശ്രീകുമാർ. അങ്ങനെ പറയാതെ. മംഗലശ്ശേരി പത്മനാഭൻ തമ്പിക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ. നിങ്ങൾ എന്റെ കുമാർ തന്നെയാണോ? കുമാർ, നീ തന്നെയാണെന്ന് എനിക്കറിയാം. അല്ല. ക്ഷമിക്കണം സാർ. മരിച്ചുപോയെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന മകൻ ജീവിച്ചിരിക്കുന്നത് കണ്ടപ്പോഴുള്ള ഒരച്ഛന്റെ വികാരമാണ് സാറ് കണ്ടത്. ക്ഷമിക്കണം സാർ. അച്ഛാ, മോനെ മോനെ. അച്ഛൻ എന്റെ മുമ്പിൽ വരണ്ടേ? ഞാൻ അച്ഛന്റെ മുമ്പിൽ വരുമായിരുന്നു. പശ്ചാത്തപിക്കാനല്ല, മാപ്പ് പറയാനുമല്ല, ഒന്ന് കാണാൻ. മോനെ, അനാഥമായ തറവാട്ടിലേക്ക് നീ തിരിച്ചു വരണം. ഇല്ല, ഞാനിനി തറവാട്ടിലേക്കില്ല. ഞാനതിന് അർഹനുമല്ല. ആ സീതയ്ക്കും അച്ഛനും ഇവളെ പരിചയമുണ്ട്. ഇവളായിരുന്നു ഒരിക്കൽ എന്റെ ഭാര്യ, സിനിമാ നടി രതിദേവി. ഇപ്പൊ ചേരിയിലാണ് താമസം. എടേ, ഞാൻ പ്രേതമാണെന്ന് സംശയിക്കണ്ട.
നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഞാൻ മരിച്ചില്ല. കാണൂ, അവൻ സിനിമാക്കാരനാണ്. മുഖം തിരിച്ചറിയും. ആശിതം കൊടുത്തേക്ക്. ഡോക്ടർ മേനോൻ എന്നെ രക്ഷിച്ചു. പുതിയൊരു ഞാനായി ഇവിടെ എത്തി. എനിക്ക് നിന്നോട് ക്ഷമിക്കാനുള്ള ഹൃദയവിശാലതയൊന്നുമില്ല. ഞാൻ ബുദ്ധനോ ക്രിസ്തുവോ അല്ല, വെറും സാധാരണ മനുഷ്യൻ. അച്ഛാ, ഹീന സ്ത്രീയാണെങ്കിലും ഇവൾ പ്രസവിച്ച ഗോപൻ എന്റെ മകനാണ്. എനിക്ക് പകരം അച്ഛൻ അവനെ സ്വീകരിക്കണം. തറവാട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ? എന്തു പറ്റി? തെങ്ങ് നമ്മുടെ ഗോപൻ ചത്തുപോയി. അച്ഛാ, ഈ ശവശരീരമെങ്കിലും തറവാട്ടിലേക്ക് കൊണ്ടുപോകും. സീത, എന്നെ തുടരുത്. മുഖം സുന്ദരമായിരുന്നപ്പോൾ ഹൃദയം വികൃതമായിരുന്നു. ഹൃദയം സുന്ദരമായപ്പോൾ മുഖം വികൃതമായി പോയി. സീത, നിനക്കൊരു ജീവിതം തരാൻ ഇനിയെങ്കിലും എന്നെ അനുവദിക്കൂ. ഇല്ല, ഇനി ഞാൻ കുമാരന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്കൊരുമിക്കാം. ഓർമ്മകളുടെ ശവകുടീരവും പേറി ഒരു ഏകാന്ത പഥികനായി എന്റെ യാത്ര ഇന്നും തുടരുന്നു, അവിരാമം.